ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സൗദി ഫാമിലി വിസിറ്റ് വിസ എക്സ്റ്റൻഷനെ സംബന്ധിച്ചാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, സൗദി അറേബ്യയിലേക്കുള്ള ഇപ്പോൾ മൾട്ടിപ്പിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസയ്ക്ക് പകരം ഇപ്പോൾ സിംഗിൾ ആയിട്ടാണ് പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ടാകുക. അപ്പോൾ നേരത്തെ വന്ന ആളുകളാണെങ്കിൽ 53 ഡേയ്സ് മുതൽ 40 ഡേയ്സ് അങ്ങനെ 20 ഡേയ്സ് ഒക്കെ കിട്ടിയ ആളുകളുണ്ടാവും. ഇപ്പോൾ സൗദി അറേബ്യ ഇപ്പോൾ നിലവിലുള്ള ആളുകളുണ്ടാവും, ഇപ്പോൾ നാട്ടിലുള്ള ആളുകളുണ്ടാവും. ഓക്കെ, അവർക്കൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ എക്സ്റ്റൻഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഇന്ന് എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുള്ള ഒരു ഫാമിലീസിൻ്റെ വെബ്സൈറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവർ വന്നിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി 21 സൗദി അറേബ്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്കിടെ വിസയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് വെറും 53 ഡേയ്സ് മാത്രമേ ഇവർക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരുടെ എക്സ്പയറി ഡേറ്റ്, വെബ്സൈറ്റിലെ എക്സ്പയറി ഡേറ്റ് അതായത് 15/4/2025 എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അവർക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള. അപ്പോൾ ഇവർ നമ്മുടെ എക്സ്റ്റൻഷനുള്ള ഫീസും അതേപോലെ തന്നെ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം ഓൺലൈനിൽ എക്സ്റ്റൻഷൻ ചെയ്തു. അപ്പോൾ ഇവർക്ക് വീണ്ടും 53 ഡേയ്സ് എക്സ്ട്രാ കിട്ടി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 53 ഡേയ്സും ഇപ്പം കിട്ടിയിട്ടുള്ള 53 ഡേയ്സും ടോട്ടൽ ഇപ്പോൾ 106 ദിവസം ഇവർക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് 180 ഡേയ്സ് വരെ നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. ജവാസാത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. 180 ഡേയ്സ്, അതായത് 6 മാസം വരെ നമുക്ക് ഇതേപോലെ എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്നതാണ്. ഇത് സിംഗിൾ മൾട്ടിപ്പിൾ ഒക്കെ ഇത് ബാധകം കാട്ടും. അപ്പോൾ എത്ര ഡേയ്സ് കിട്ടിയാലും നമുക്ക് ഇങ്ങനെ എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകാൻ സാധിക്കുന്നതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിലെ സ്റ്റാമ്പിങ്ങിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്റ്റാമ്പിങ് നടക്കുന്നുണ്ട്. ഇത് ഇന്ന് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള ഒരു വിസ ആട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡേറ്റ് അറൗണ്ട് ഒരു 3-4 ഡേയ്സ് മാത്രമേ നമുക്ക് ഈ ഒരു വിസയിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വിസയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടും. പക്ഷേ ഓരോ മാസം ഓരോ 4 ദിവസം കൂടുന്തോറും നമുക്ക് ഇങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ എക്സ്റ്റൻഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സ്റ്റൻഷന് തന്നെ നല്ലൊരു എമൗണ്ട് ഇതിലൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏറ്റവും നല്ലത് ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം പുതിയൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് അത് സ്റ്റാമ്പിങ്ങിന് കൊടുക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആളുകളാണെങ്കിലും അത് 90 ഡേയ്സ് വരെ ഉള്ളൂ കേട്ടോ ആ വിസൻ്റെ വാലിഡിറ്റി ഉണ്ടാകുക. നിങ്ങൾ എടുത്തിട്ടുള്ള പ്രീ അപ്രൂവ്ഡിൻ്റെ ലെറ്ററിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് വെറും 90 ഡേയ്സ് മാത്രമേ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ വിസ എടുത്തതിന് ശേഷം നിങ്ങൾ സ്റ്റാമ്പിങ്ങിന് വേണ്ടി കൊടുക്കാം. ഓക്കെ.